1971 ഡിസംബർ 16 സമയം വൈകിട്ട് 4:30. അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ധാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക വിഭാഗങ്ങൾ തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ധാക്കയിൽ നിന്ന് ഏതാണ്ട് 1800 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. ധാക്ക ഇന്ന് ഒരു സ്വതന്ത്ര തലസ്ഥാനമാണ്, ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലസ്ഥാനം. ആ പ്രഖ്യാപനത്തെ ലോകം കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ലോക ഭൂപടത്തിലേക്ക് ബംഗ്ലാദേശ് എന്ന രാജ്യം ചേർക്കപ്പെട്ടത്. ആ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായത് പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങൾ കണ്ട നമ്മുടെ നാവികസേനയാണ്. ആ നാവികസേനയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ദിനം ആണ് നാവികസേനാ ദിനം, അതായത് ഡിസംബർ 4. നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് ആ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ നാവികർ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ട വിജയം. അവിടെ ഓർക്കേണ്ടത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ നാവികസേനയ്ക്ക് ഇരച്ചെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധങ്ങളെയും നമ്മുടെ നാവികസേന തകർത്തു എന്നുള്ളതാണ്. ആ നാവികസേനയുടെ കരുത്തും പ്രാപ്തിയും വിളിച്ചോതുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസംബർ 4 എന്നത് നാവികസേനാ ദിനമായി ആചരിക്കുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രമായിരുന്ന കറാച്ചിയിൽ ആയിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റിലൂടെ ഇന്ത്യ നിർണായകമായ നീക്കം നടത്തിയത്. ആ നിർണായകമായ നീക്കത്തിന് ഒടുവിൽ ആണ് പ്രിയ പ്രേക്ഷകരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1971 ഡിസംബർ 16 സമയം വൈകിട്ട് 4:30 എന്നത് നിർണായകമായത്. അങ്ങനെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത്. അങ്ങനെ ഇന്ത്യയുടെ ഇരുഭാഗങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന പാകിസ്ഥാൻ, കിഴക്കും പടിഞ്ഞാറും ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഒരു ഭാഗം മാത്രം പാകിസ്ഥാനാവുകയും മറ്റൊരു ഭാഗം ബംഗ്ലാദേശായി മാറുകയും ചെയ്തു. ആ കരുത്തുറ്റ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ നാവികസേനാ ദിനം ആചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ചരിത്രത്തിലാദ്യമായി കേരളം നാവികസേനാ ദിനത്തിന് സാക്ഷ്യം വഹിക്കുന്നു, ആതിഥ്യം അരുളുകയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് കേരളം നടത്തിയിട്ടുള്ളത്. ആ ഒരുക്കങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ ഒരുക്കങ്ങൾ എന്നതിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ആണ് ഈ വാർഷികാഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്. നാവികസേനാ ദിന ആഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ആണ് നടത്തിയിട്ടുള്ളത്. അതായത് ഡിസംബർ 3 വൈകിട്ട് 4:30 മുതൽ 7 മണി വരെ ആണ് ഈ ഷോ നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്ന തരത്തിൽ ഉള്ള പ്രകടനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഡിസംബർ 4 നാവികസേനാ ദിനം എങ്കിൽ പോലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ആണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി നാളെ വൈകിട്ട് ആണ് തിരുവനന്തപുരത്ത് ഈ ആഘോഷം നടക്കുന്നത്. ഇത് 40,000 പേർക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ആണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മറ്റ് തീരപ്രദേശങ്ങളിലായിരുന്നു ഇത്തരം ആഘോഷങ്ങൾ നടക്കാറുള്ളത് എങ്കിലും ഇത്തവണ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വിപുലമായ ഒരുക്കങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് 40,000 ആളുകൾക്കാണ് ഈ ഷോ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള INS വിഭാഗത്തിൽപ്പെട്ട പടക്കപ്പലുകൾ ഉൾപ്പെടെ ഈ പ്രകടനത്തിൻ്റെ ഭാഗമാകുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് എതിരാളികളുടെ പാളയത്തിലേക്ക് നമ്മുടെ വിമാനങ്ങൾ കുതിച്ചുയരുന്നത്, അവിടെ ആക്രമണം നടത്തുന്നത് എന്നതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ കാണുവാനുള്ള അസുലഭമായ അവസരമാണ് ലഭിക്കുന്നത്. അതിന് മുഖ്യാതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപതിയാണ്, ദ്രൗപദി മുർമുവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ, കരസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, നാവികസേനയാകട്ടെ, ആ സേനാ വിഭാഗങ്ങളുടെ തലവൻ എന്നത് എല്ലായ്പ്പോഴും നമ്മുടെ രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ആണ് ഈ ആഘോഷം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നതിൻ്റെ വിശദാംശങ്ങൾ ആണ് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് വിപുലമായ ഒരു പവലിയൻ ആണ് ശംഖുമുഖത്ത് ഒരുക്കിയിട്ടുള്ളത്. ആ പവലിയൻ്റെ ഇടതു ഭാഗത്ത് ആയിട്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾ
അവർ മാത്രമാണ് ഇരിക്കേണ്ടത്. അവിടേക്ക് കർശന നിയന്ത്രണം, വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി മാത്രമായിരിക്കും അതിഥികളെ കടത്തിവിടുകയുള്ളൂ. പവലിയന്റെ, അതായത് രാഷ്ട്രപതി ഇരിക്കുന്ന ഭാഗത്തിന് ഇടത് ഭാഗത്തായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ്. അതിൽ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ടാകും, സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരുണ്ടാകും, സൈനിക വിഭാഗങ്ങളിലെ മേധാവിമാർ അടക്കമുള്ളവർ ആണ് പങ്കെടുക്കേണ്ടത്. ഇനി ഇരിപ്പിടത്തിന്റെ വലതുഭാഗം, അവിടെയാണ് 8500 പേർക്ക് പ്രത്യേകമായ ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 8500 പേർക്ക് ശംഖുമുഖത്ത് ഈ ഇരിപ്പിട സൗകര്യം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയും പാസ് മുഖേന മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവേശിക്കുന്നവർക്ക് കുടിവെള്ളം ഉൾപ്പെടെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 4:30 മുതൽ 7 മണി വരെയാണ് ഷോ. വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയായിരിക്കും ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. കുടിവെള്ളം, ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം, ആവശ്യമുള്ളവർ കുട കരുതണമെങ്കിൽ കുട കരുതുക, അതോടൊപ്പം തന്നെ കുടിവെള്ളം കരുതണമെങ്കിൽ കുടിവെള്ളം കരുതുക. അങ്ങനെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ കുടിവെള്ളം പോലെയുള്ളവ കരുതിക്കൊണ്ട് വേണം പോകാൻ എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പാസ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം 40,000 പേർക്ക് കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തീരപ്രദേശം എന്നത് അത്രമേൽ വിശാലമായ തീരപ്രദേശം ആണ് എന്ന് അറിയാം. അവിടെയാണ് കണ്ണന്തുറ പള്ളി മുതൽ വെട്ടുകാട് പള്ളി വരെയുള്ള ആ തീരമേഖല. ആ തീരമേഖലയിൽ നിന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് യുദ്ധക്കപ്പലുകൾ എതിരാളികളുടെ പാളയത്തിലേക്ക് ഇരച്ചെത്തുന്നത്, അവിടെ എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ പടക്കോപ്പുകളുമായി പോരാട്ടം ആരംഭിക്കുന്നത്, എങ്ങനെയാണ് എതിരാളികളെ കീഴ്പ്പെടുത്തുന്നത്, ഇത്തരം വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണികൾക്ക് വളരെ വിശദമായി കാണാൻ സാധിക്കുന്നു. അവിടെ ഏതാണ്ട് 30,000 പേർക്ക് ഇത് കാണുവാനുള്ള വിപുലമായ സൗകര്യം ഉണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്.